തരം ദോശ പോലെ സംഭവം ഉണ്ടാക്കാൻ ആ ദോശയാണോ അല്ല, പക്ഷേ ദോശ പോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ചെറിയ മീഡിയം കപ്പ് ഉഴുന്നെടുത്തിട്ട് നമ്മളതൊന്ന് പതുക്കെ ചൂടാക്കി വരും. ഇത് റവ പ്ലസ് ഗോതമ്പ് പൊടി, ഇത് 3 കൂടി ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടാക്കുന്നത്. ഒരുപാട് ഇതിലേക്ക് പോകണ്ട, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഇന്ന് ചെറിയ ദോശ പോലെ ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ അതിനാവശ്യമുള്ളത് 2 കപ്പോളം മീഡിയം സൈസ് 2 കപ്പ് ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ 1 കപ്പോളം റവ, 1/4 കപ്പോളം ഉഴുന്ന് വറുത്തത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. 1 ഗ്ലാസ്സോളം ചോറ്, തണുത്ത ചോറ്, പിന്നെ ഇതാണ് പെരിഞ്ചീരകം, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്, 3 ഏലക്ക. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചുകൊണ്ടിരിക്കാട്ടോ. അപ്പോൾ നമ്മൾ മാവെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞ കളറൊക്കെ ലൈറ്റായിട്ട് വന്ന് പെരിഞ്ചീരകവും ഒക്കെ അത്യാവശ്യത്തിനൊന്ന് അരഞ്ഞ് എല്ലാം മിശ്രിതം റെഡിയാണ്. 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ അതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഫൈനലി മിക്സ് ചെയ്യും. പാൻ വെച്ച് ചൂടായ പാനിലേക്ക് നമുക്കിത് ഓരോ തവിയായിട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇത് കളറൊക്കെ വന്നു തുടങ്ങിയല്ല. ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചു. ആയിട്ട് ഉണ്ടാക്കാം. ദോശയൊക്കെ ഒരു കളർഫുള്ളായില്ലേ സച്ചി? അതെ, നല്ല കളർഫുള്ളായിട്ട് ക്രിസ്പി കൂടിയാണ്. മൊരിഞ്ഞ ദോശയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിക്ക് വേണ്ട കറി ഉണ്ടാക്കുകയാണ്. ഇതൊരു പരിപ്പ് കറി ഞാൻ തയ്യാറാക്കണം സിമ്പിളായിട്ട്. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടാൽ തിരിഞ്ഞ് പിഴിയെടുക്കണം. ഒരു തക്കാളി, 2 ശർക്കര ബെല്ലം, 2 വെളുത്തുള്ളി, 1 സവോള, കുറച്ച് ഈ വെളുത്തുള്ളി ഒന്ന് ചതയ്ക്കാം. അതൊന്ന് 2 അരിഞ്ഞെടുക്കട്ടെ. ഇങ്ങോട്ട് ഇതൊക്കെ കാണുവായി കറിയിലേക്ക് കിടക്കണം, കറി ഉണ്ടാക്കാൻ കിടക്കണം. അപ്പോൾ അതിന് ഞാൻ പുളി പിഴിഞ്ഞെടുത്തു. പരിപ്പ്, ജീരകം, ശകലം മല്ലിപ്പൊടി, ഒരു 6 സ്പൂണോളം മുളക് പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, സവോള, ചെറിയ സവോള, 2 ശർക്കര ബെല്ലം, മല്ലിയില, 2 വെളുത്തുള്ളി ചതച്ചത്, 1 തക്കാളി. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ്, സൺഫ്ലവർ ഓയിലാണ്, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തു. പാൻ ചൂടായി. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചുകൂടാത്ത സംഭവമാണ്. ചെറുമുളക്, കറിവേപ്പില, ക്യാമറമാൻ ഓടുന്നു. ജീരകം ചേർക്കുന്നു, പച്ച ജീരകം, നമ്മൾ ചെറിയ നല്ല ജീരകം ഇത് ചേർക്കുന്നു. സവോള മാറ്റിട്ടോ, അതിലേക്ക് കാടുകൾ ഇട്ട് ഇതെല്ലാം ഇതിലേക്ക് ഈ ഇതുകളെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിൽ പൊടികൾ ചേർക്കണം. 3 പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇതിലേക്ക്. ഇനി ഇവിടെ നമ്മൾ എടുത്ത് വെച്ചു നമ്മളത് കുക്കറിലേക്ക് തിരിച്ച് നമ്മൾ ഇതെല്ലാം കൂടി ഒഴിച്ചു. ജസ്റ്റ് ഒരു വിസിൽ വീണ്ടും വെക്കണം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ ഗ്രേവി നമ്മളൊന്ന് ഓക്കെ ആക്കിയിട്ട് ഒന്ന് കുക്കറിൽ വിസിൽ വെക്കാം. ഇതിലെല്ലാം ഓക്കെ ആയി. നമ്മൾ ഈ കറി തുറക്കുകയാണ്. ഈ കറി തുറക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ആ മല്ലിയിലൊന്ന്
തിളയ്ക്കാൻ പറ്റുന്നുണ്ട്. വെള്ളമെല്ലാം ഭംഗിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട്